ഇതാണ് നമ്മുടെ നെന്മാറ ടൗൺ. അതനാട് അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ്. ഞാനിപ്പോൾ പോകുന്നത് കൊടുവായൂർ പല്ലാവൂർ വഴിയാണ്. നല്ല ആംബിയൻസാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുക. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ആ ആംബിയൻസും കൂടെ പോയി കിട്ടും. വിജനമായ റോഡ് നിറയെ വേസ്റ്റാണ്, നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം. അങ്ങനെ ഞാൻ നെന്മാറ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആ കാണുന്ന മലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പാലക്കാടുകാരുടെ അഭിമാനമായ നെന്മാറ വേല ഉത്സവം അരങ്ങേറുന്ന അമ്പലമാണിത്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് എക്സ്മസ് ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് വിനീതാണ് വിളിച്ചത്. നെന്മാറയിൽ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു മലയുണ്ട്. ഇതാണ് വിനീത് നിരഞ്ജൻ. എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയിട്ടുള്ള കൊല്ലങ്കോട് ചേരാപുരത്തിലെ നിങ്ങൾ ആരും കാണാത്തൊരു വ്യക്തിയാണ്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ്. ഈ വ്യക്തിയെ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി എന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കൊല്ലാപ്പോലെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വ്യക്തി ഉള്ളത്. അപ്പോൾ ഈ വ്യക്തിയാണ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് നീ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, നീ എന്തായാലും വലിയൊരു ബ്ലോഗറായി മാറിയില്ലേ, ഇങ്ങോട്ട് വാ. നെന്മാറയിലൊരു സ്ഥലമുണ്ട്, ആദനാട് കുന്ന് എന്നാണ് ആ മലയുടെ പേര്. നിങ്ങളെല്ലാവരും ശരണം വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, ആദനാട് അയ്യനെ. എങ്ങനെയാണ് ആദനാട് അയ്യനെ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ശേഷം കാഴ്ചകൾ ഇനിയും കാണാം. ഓക്കെ, ബൈ. ഇതാണ് ആദനാട് കുന്നിലേക്കുള്ള വഴി. അവിടെ ഒരു പള്ളിയുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദനാട് കുന്നിൻ്റെ എൻട്രൻസിലെത്തി. നമ്മള് നെന്മാറ വേലയ്ക്ക് വെടിക്കെട്ട് കാണുമ്പോൾ കുറേ പ്രകാശങ്ങൾ കാണില്ലേ? അതെ, അത് ഇതിന്റെ മേലെ കയറിയിട്ട് അവര് ഇതാക്കാണ്. അത് ആ മുകളിലൊന്ന് വീഡിയോ എടുക്കും. ഓക്കെ, അതായത് വെടിക്കെട്ട് ശബ്ദം കുറവായിരിക്കും, പക്ഷെ നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ചെറുതായിട്ട് മലകയറ്റം ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഞാൻ പിന്നെ വളരെ വെയിറ്റ് കുറഞ്ഞ വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഒട്ടും ക്ഷീണം അറിയുന്നില്ല. അപ്പോൾ ഞാനിതാ മലയുടെ ഏതാണ്ട് പകുതി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം നെന്മാറ ടൗണിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ കാണുന്ന പാടത്താണ് എല്ലാ വർഷവും കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നെന്മാറ വേല വെടിക്കെട്ട് അരങ്ങേറുന്നത്. ആ കാണുന്ന കുളമാണ് അമ്പലം. ഇപ്പം നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ മേലെ എത്തി. ഇവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ്. അപ്പോൾ നമ്മുടെ ശബരിമലയിൽ ഉള്ളതുപോലെ കല്ലിടാംകുന്ന് ഇവിടെയുണ്ട്. ശബരിമലയിൽ ഉള്ള വിശ്വാസം എന്തിനാണോ അത് തന്നെയാണ്, ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവിടെ ആളുകൾ കല്ലിടുന്നത്. ഇതാണ് ആദനാട് അയ്യപ്പ ക്ഷേത്രം.
അയ്യന്റെ തിരുമയിൽ അഭിഷേകം ചെയ്യുവാൻ നെയ്മുദ്രയും നിറച്ചു വരുന്നു. 18 പടി കേറി തിരുമുൻപിലെത്തുമ്പോൾ 18 ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ മലമുകളിലാണ് ഈ കിണറുള്ളത്. നല്ല വെള്ളമുണ്ട്. കിണർ ഒരിക്കലും വറ്റാറില്ല. ഈ കിണറിൽ കുറച്ച് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. ആ എന്താ രുചി! നല്ല വെള്ളം, അസല് വെള്ളം. അയ്യപ്പ ദർശനമേകണേ അയ്യപ്പ സത്യസ്വരൂപ അയ്യപ്പ. ഘോരമൃഗങ്ങളുള്ള വനത്തിൽ വസിക്കുന്നോരയ്യപ്പ. ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതാണ് സുനിലേട്ടൻ. സുനിലേട്ടനായിരുന്നു എൻ്റെ ഇങ്ങോട്ടുള്ള സാരഥി. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ശരി, കാണാം.